കൊല്ലില്ല. അരിയും അവന്റെ ചിറകുകൾ ഓരോന്നായി ഞാൻ അരിഞ്ഞ് വീഴ്ത്തും. എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. ചേച്ചിക്ക് ഒരു പണിയില്ലാന്ന് മനസ്സിലായി. കാരണം നമ്മുടെയൊക്കെ റിവ്യൂ ഇരുന്ന് കണ്ടിട്ട് അയ്യോ വെയിറ്റ് എ സെക്കൻഡ്, നിന്റെ റിവ്യൂ ഞാൻ എടുത്ത് നോക്കിയിരുന്നു. നിന്റെ മോന്ത കാണുന്നതേ എനിക്ക് ഇഷ്ടമാണ്. നാട്ടുകാരാ പുള്ളു കുറ്റം പറഞ്ഞ് പൈസ കൊണ്ട് അരി വാങ്ങുന്ന നിന്നെ കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല. നോക്കിയാൽ മതി, വെറും പോസിറ്റീവ് താങ്ങൽ മാത്രമാണ് ബീജിയം ഇട്ടിട്ട്. ഓക്കെ അണ്ണാ, അപ്പൊ ഈ പോസിറ്റീവ് പറയുന്ന അത്രയ്ക്ക് വലിയ തെറ്റല്ലേ? ഇനി മുതൽ ഞാൻ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കും. അണ്ണൻ പറഞ്ഞ പോലെ ഫുള്ള് നെഗറ്റീവ്. എല്ലാരും കുറ്റം പറഞ്ഞ അണ്ണനെ പോലെ നടക്കാം. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി. വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണോ? നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. സോറിടാ, ഞാൻ ആ ടൈപ്പ് അല്ല. നല്ലത് കണ്ടാ നല്ലതാന്ന് പറയണം, അതാണ് എന്റെ മാന്യത. മറ്റേത് പത്തറ്റിക്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. അത് നല്ല അടികൊള്ളാത്ത. നമ്മളുടെ ടേസ്റ്റ് ബഡ്സിന്റെ അനുസരിച്ചല്ലേ നമുക്ക് അതിന്റെ ഒപ്പീനിയൻ പറയാൻ പറ്റൂ. ഓ, അപ്പൊ അണ്ണന്റെ ടേസ്റ്റ് ബഡ്സ് തന്നെ നമുക്ക് എല്ലാവർക്കും വേണം അല്ലേ? എടാ, നമുക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായം ഉണ്ട്. ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ദാറ്റ്സ് സിമ്പിൾ. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കഴിത്ത പോലെ. അഭിപ്രായത്തിൽ എന്തിനു നീ ക്രോസ് ചെയ്യണം? നിന്റെ അഭിപ്രായത്തിൽ ഞാൻ എന്തിനു ക്രോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? വാലിഡ് പോയിന്റ്. പിന്നെ നീ എന്ത് തേങ്ങയാണ് ഇപ്പൊ കാണിക്കുന്നത്? ക്രോസ് ചെയ്യുന്നേ ഇല്ലായിരിക്കും അല്ലേ? ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ കാരണം ഒരാൾക്ക് ആഹാരം കിട്ടാന്ന് പറയുമ്പം ഉണ്ണിമുഖത്തൻ പറഞ്ഞ പോലെ സന്തോഷമേ ഉള്ളൂ, വളരെ സന്തോഷമേ ഉള്ളൂ. വാങ്ങി ജീവിച്ചോളൂ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ അല്ലണ്ണാ, ഇഷ്ടപ്പെട്ടില്ലാത്തത് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. അന്ന് ബിഗ് ബോസ് ഇപ്പൊ എന്തൊക്കെയോ കാട്ടായം കാണിച്ചപ്പോ 4 ഗുണും അടിപൊളിയായിട്ട് താങ്ങ് കെട്ടിക്കൊണ്ടിരുന്നപ്പോ എന്തായിരുന്നു ഒന്ന് പറഞ്ഞു. അതല്ല ഉദ്ദേശം. ഇത് പൈസ കൊടുത്ത് PR ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചൊരു പരിപാടിയാണ്. അതൊക്കെ PR കളിയാന്ന്. അവര് ചെയ്ത PR, നമ്മളൊരു നല്ല അഭിപ്രായം പറഞ്ഞ അതും PR. അതെന്തിനാ ഇവിടെ പറഞ്ഞ? അതിവിടെ പറയേണ്ട ഒരു കാര്യമില്ല. പോയേ കയ്യിന്ന് പോയേ, പിന്നെ പോയി. നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.